മാധവൻ എന്തായാലും ഭാഗ്യം ചെയ്തവനാ. മകൾക്ക് നല്ലൊരു ബന്ധം തന്നെ കിട്ടിയില്ലേ? അതുകൊണ്ടെന്താ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മുറ പോലെ മാറ്റുകയല്ലേ. കല്യാണത്തിന്റെ എല്ലാ ചടങ്ങുകളും ഹാളിലാക്കി. അതെന്തുകൊണ്ട് നല്ലതാ ചേട്ടാ. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനുഷ്യരുടെ സൗകര്യത്തിനുണ്ടാക്കി വെച്ചിരിക്കുന്നതല്ലേ. മാധവൻ പറഞ്ഞത് വളരെ ശരിയാ. ഇനി വെറ്റിലെ അടക്കയും വെച്ച് കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണം. അതൊക്കെ കതർ മണ്ഡപത്തിലേക്ക് കയറും മുമ്പാ. അച്ഛന്റെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങുമോളെ. ആദ്യം അമ്മയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങേണ്ടത്. വിണ്ണിലെ ദൈവം കഴിഞ്ഞാൽ ഭൂമിയിലെ ദൈവം അമ്മയാ. നന്നായി വരും. നല്ലത് വരും മോളെ. ഇതൊരു മകളുള്ള ഏതൊരച്ഛന്റെയും ജീവിതത്തിലെ വിലമതിക്കാനാവാത്ത മുഹൂർത്തം. സ്വന്തം മകൾ വളരുമ്പോൾ ഏതൊരച്ഛനും കാണുന്ന ഏറ്റവും വലിയ സ്വപ്നം അവളുടെ വിവാഹം. പ്രായം കൂടി വരുമ്പോൾ ഓരോ അച്ഛനും മകളും മറ്റൊരു വീട്ടിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഇതുപോലെ അനുഗ്രഹിച്ച് പറഞ്ഞയക്കാനുള്ള ഭാഗ്യം ഉണ്ടാവണമെന്ന പ്രാർത്ഥിക്കുക. ദൈവം മോളുടെ അച്ഛന് ആ ഭാഗ്യം തന്നു. ഇതെനിക്കൊരു അഭിമാന മുഹൂർത്തം. മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പങ്കാളിയെ തന്നെ തരാൻ കഴിഞ്ഞതിൽ അച്ഛൻ സന്തുഷ്ടനാണ്. ജീവിതത്തിലെ വലിയൊരു കടമ നിർവഹിക്കാൻ കഴിയുന്നതിന്റെ സംതൃപ്തിയുണ്ട്. ഇതോടെ അച്ഛന്റെ കടമ അവസാനിക്കുന്നില്ല. ഇനിയും വളരെ ഉത്തരവാദിത്തപ്പെട്ട കടമ കൂടി അച്ഛന് ചെയ്യാനുണ്ട്. ഇതിലും വലിയൊരു കടമ എന്താ ചെയ്യാനുള്ളത്? അഭി ഇവളുടെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞാലേ ഞങ്ങളുടെ കടമ തീരുമെന്നാ മോള് പറഞ്ഞത്. എന്റെ കല്യാണം കഴിയുന്നതോടെ അച്ഛന്റെ കടമ അവസാനിക്കുന്നില്ല. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അഞ്ജലിയുടെ വിവാഹം കൂടി നടത്തിയിട്ട് അച്ഛന് വിശ്രമിക്കാൻ പറ്റും. എന്റെ അഞ്ജലിയുടെയും വിവാഹം ഒരേ മണ്ഡപത്തിൽ വെച്ച് നടക്കേണ്ടതായിരുന്നു. എല്ലാവരുടെയും വാശി കാരണം അങ്ങനെ ആവാത്തത്. എന്നുവെച്ച് അവളുടെ കല്യാണം നടത്തുന്നതിൽ നിന്ന് അച്ഛനും എനിക്കും പിന്മാറാൻ പറ്റില്ല. അത് പെട്ടെന്ന് നടത്തണം. തീർച്ചയായും നമ്മുടെ അടുത്ത ലക്ഷ്യം അതാ. അഞ്ജലിയുടെ കല്യാണം കഴിഞ്ഞ് ഇനി നമ്മുടെ കുടുംബത്തിൽ ഒരു ആഘോഷം ഉണ്ടാവും. മതി മതി, അനുഗ്രഹം വാങ്ങി കഴിഞ്ഞില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാനുള്ള സമയമല്ലിത്. അതിന് അനുഗ്രഹം വാങ്ങി കഴിഞ്ഞില്ലല്ലോ. ഇനി ആരുടെ അനുഗ്രഹം വാങ്ങാനുള്ളത്? ഞാൻ എന്റെ അമ്മയും അച്ഛനെയും പോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാ എന്റെ വല്യച്ഛനും വല്യമ്മയും. ഞാൻ അവരെ അച്ഛനെന്നോ അമ്മയെന്നോ വിളിക്കാറ്. എന്നെ അനുഗ്രഹിച്ച് പറഞ്ഞു വയ്ക്കാൻ നിൽക്കാതെ അഞ്ജലിയുടെ അച്ഛൻ പോയി. പക്ഷെ അമ്മ ഇവിടെയുണ്ട്. ആ അമ്മയുടെ അനുഗ്രഹം എനിക്ക് വേണം. മാറി നിൽക്കാതെ വാ അമ്മ. അയ്യോ, ഞാനത് ശ്രദ്ധിച്ചില്ല. രേണു, നിനക്കൊന്നും ഓർമ്മപ്പെടുത്തായിരുന്നില്ലേ? നീയും അത് മറന്നുപോയോ? ഞാൻ മറന്നതല്ല, എനിക്കത് നല്ല ഓർമ്മയുണ്ട്. മനഃപൂർവ്വം പറയാതിരുന്നതാ. ഇങ്ങനൊരു മുഹൂർത്തത്തിലേക്ക് ഒരു വിധവയെ ആരും ക്ഷണിക്കാറില്ല.
അങ്ങനെയുള്ളവർ ഇതുപോലുള്ള ചടങ്ങുകളിൽ നിന്ന് മാറി നിൽക്കുകയാണ് വേണ്ടത്. ഇതൊക്കെ പണ്ട് മുതലേയുള്ള ആചാരങ്ങളാണ്. അതിലൊന്നും ഒരു മാറ്റവും വരുത്തുന്നത് ശരിയല്ല. അതൊക്കെ മായയ്ക്കും അറിയാവുന്ന കാര്യമല്ലേ? എനിക്ക് ഈ പറയുന്ന ആചാരങ്ങളിലൊന്നും ഒരു വിശ്വാസമില്ല. പിന്നെ എന്തിനാ മോളെ ഇതേപോലത്തെ ചടങ്ങിനൊക്കെ തയ്യാറാവുന്നത്? നിങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിന്. അതാണ് എനിക്ക് മുഖ്യം. നിങ്ങളെപ്പോലെ തന്നെ കുഞ്ഞുനാള് മുതലേ ഞാൻ കണ്ടു വളർന്ന ആ അമ്മയുടെ സന്തോഷം എനിക്ക് വലുതാ. ആരുടെയെങ്കിലും മനസ്സ് വേദനിപ്പിച്ചോ അകറ്റി നിർത്തിയോ എനിക്കൊരു ജീവിതവും വേണ്ട. വല്യമ്മയുടെ അനുഗ്രഹം വാങ്ങി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. അയ്യോ, മോളി കരുത്തി വാശി പിടിക്കണ്ട. പ്രായത്തിൽ മൂത്തവര് പറയുന്നത് പോലെ അനുസരിക്കുക ചെയ്യേണ്ടത്. മോൾ എന്റെ കാലത്തൊട്ട് വന്നിച്ചില്ലെങ്കിലും എന്റെ അനുഗ്രഹം മോൾക്കുണ്ടാവും. അതെനിക്കറിയാം. ഞാൻ എന്റെ അച്ഛന്റെയും അമ്മയുടെയും കാൽ തൊട്ട് വന്ദിച്ചില്ലെങ്കിലും ഇവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എപ്പോഴും എനിക്കുണ്ടാവുന്ന എനിക്കറിയാം. പക്ഷെ ഈ അമ്മയുടെ കാൽ തൊട്ട് വന്ദിക്കുമ്പോ ദൂരെ എവിടെയോ നിന്ന് അഞ്ജുവിന്റെ അച്ഛന്റെ ആത്മാവ് സന്തോഷിക്കും. അബിയുടെ ജീവിതത്തിലേക്ക് പോകുമ്പോ ആ സന്തോഷവും അനുഗ്രഹവും കൂടി എനിക്ക് വേണം. വേണ്ട മോളെ. വിധവയാകുന്നതൊക്കെ വിധിയാണ്. വിധിയെ മറികടക്കാൻ ആർക്കും പറ്റില്ല. അമ്മ വന്നേ, വാ. എന്റെ അബിയെ പോലെ തന്നെ ഒരാൾ നാളെ ഇവളുടെ ജീവിതത്തിലേക്കും വരും. ഞാൻ കൊണ്ടുവരും. ഞാൻ അമ്മയ്ക്ക് തരുന്ന വാക്കാത്. ഇനി ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ദാമ്പത്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കും. എന്റെ മനസ്സിലിപ്പോ കാവ്യയില്ല, അഞ്ജലി മാത്രം. എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് അഞ്ജലി അല്ലാതെ കാവ്യെ പറ്റി ചിന്തിക്കാനേ പറ്റുന്നില്ല. നിനക്കെന്താ അത്യാവശ്യമായിട്ട് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? അഭി കല്യാണം കഴിച്ച് ഒരു കുടുംബം ആവാൻ പോവുകയാ. അവന്റെ കല്യാണത്തിനൊപ്പം ഒരു കടമ കൂടി ചെയ്യാനുണ്ട്. എന്ത്? അവൻ അവകാശപ്പെട്ട സ്വത്ത് മുഴുവനും അവന് കൈമാറണം. നീ എന്തിനാ അതിനിപ്പോ തിടുക്കം കൂട്ടുന്നത്? എന്തായാലും അതെല്ലാം അവന് സ്വന്തമാവാൻ പോവുകയാ. കോടികളുടെ സ്വത്തിന്റെ അവകാശിയാണ് അഭിയെന്ന് അവന് പോലും അറിയില്ല. ആ രഹസ്യമായ പ്രമാണം കല്യാണത്തിനൊരു ഗിഫ്റ്റ് പോലെ കൊടുത്താൽ അത് അവനൊരു വലിയ സർപ്രൈസ് ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു ഉത്തരവാദിത്തം കൂടി ഈ കല്യാണത്തിനൊപ്പം നിറവേറ്റാൻ ഞാൻ തീരുമാനിച്ചു. ഇക്കാര്യം അമ്മയെ അറിയിക്കാനാ ഞാൻ വിളിച്ചത്. ചേച്ചി, അമ്മയുടെ സാന്നിധ്യത്തിൽ ഇത് അഭിക്ക് കൈമാറാൻ പറ്റുന്നത് ഭാഗ്യമാ. അഭിയുടെ കാര്യത്തിൽ എന്നെ ഏൽപ്പിച്ച ഓരോ കാര്യങ്ങളും ഉത്തരവാദിത്തത്തോടെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ആശ്വാസമായി. ഇതിങ്ങനെ തിരക്കിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ സ്വത്തും അവന് കല്യാണത്തിനൊപ്പം കൈമാറുന്നത് നല്ലതല്ലേ? ഇത് കൈപ്പറ്റുന്നതോടെ അഭിയുടെ ജീവിതത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും അത്. ഞാൻ ഈ ഗിഫ്റ്റ് അഭിക്ക് കൊടുക്കുന്നതോടെ ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കുമുള്ള ഒരു ഉത്തരമായിരിക്കും ഈ ഗിഫ്റ്റ്. അഭിയോടുള്ള ഓരോ കടമകളും നിറവേറ്റി അവനോടുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്മാറാമെന്ന് നീ വിചാരിക്കണ്ട. അഭി എന്നും നിന്റെ മകൻ തന്നെയായിരിക്കും. അതിലൊരു സംശയവുമില്ല. അവൻ എന്നും എന്റെ മകൻ തന്നെയാ. ഒരു കാരണവശാലും അവനെ ഞാൻ കൈവിടില്ല.
ഇതൊരു വിവാഹ ഗിഫ്റ്റായിട്ട് ഞാൻ അവന് കൊടുക്കുന്നു എന്ന് മാത്രം. എന്ത് ഗിഫ്റ്റാണ് മകന് കൊടുക്കാൻ പോകുന്നത്? അവൻ അർഹതപ്പെട്ട ഗിഫ്റ്റ് തന്നെ. ആദർശിനും ഋതുമോൾക്കും ഇന്ന് വരെ ഒരു ഗിഫ്റ്റും നീ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതിനുള്ള അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്റെ മക്കളെക്കാൾ എന്ത് പ്രാധാന്യമാണ് അഭിക്കുള്ളത്? അത് ഞാൻ പറയണോ? ചേച്ചി, അഭിക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യത്തിൽ ഏട്ടൻ എന്തിനാ തലയിടുന്നത്? വീട്ടിലെ കല്യാണത്തിന്റെ തിരക്കില എല്ലാവരും. അത് ഭംഗിയായി നടത്താൻ നോക്കാതെ എന്തിനാ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടുന്നത്? ഞാൻ എന്തിന് കല്യാണക്കാരി നോക്കണം? എല്ലാം ഇവളുടെ തീരുമാനമല്ലേ?